IPS തലപ്പത്ത് അഴിച്ചുപണിയിൽ മലക്കം മറിഞ്ഞ് സർക്കാർ ഉത്തരവ്. സ്ഥാനമാറ്റം നൽകിയ ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല റദ്ദാക്കി. എക്സൈസ് കമ്മീഷണറായി സ്ഥലമാറ്റ ഉത്തരവ് ലഭിച്ച ADGP MR അജിത് സായുധ പോലീസ് ബറ്റാലിയനിൽ തന്നെ ADGP-ആയി തുടരും. KEPA ഡയറക്ടറായി സ്ഥലമാറ്റ ഉത്തരവ് ലഭിച്ച ADGP ബൽറാം കുമാർ ഉപാധ്യായ ജയിൽ മേധാവിയായി തുടരും. കഴിഞ്ഞ ആഴ്ച ഇറക്കിയ ഉത്തരവ് തിരുത്തിയാണ് പുതിയ ഉത്തരവ്. സ്ഥലമാറ്റം ലഭിച്ചവർ പരാതി അറിയിച്ചതോടെയാണ് തിരുത്തൽ നടപടികളിലേക്ക് സർക്കാർ കടന്നത്. വിവരങ്ങളുമായി ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശാലിനി, ഒരാഴ്ച മുമ്പാണ് സർക്കാർ പുതിയ ഒരു ഉത്തരവ്, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് എല്ലാ IPS ഉദ്യോഗസ്ഥരുടെയും സ്ഥാനമാറ്റം സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇപ്പോൾ വീണ്ടും പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പദവികളിൽ തന്നെ അതാത് IPS ഉദ്യോഗസ്ഥന്മാർ തുടരും എന്നത് സംബന്ധിച്ചുള്ള ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് സർക്കാർ ഇത്തരത്തിൽ പെട്ടെന്നൊരു മലക്കം മറിച്ചിലേക്ക് കടന്നിരിക്കുന്നത്? വിനീഷ്, വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നു. മറുഭാഗത്ത് ഈ നിയമനങ്ങളിലടക്കം ഈ ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ അറിയിച്ച സാഹചര്യം. ഇതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ച ഇറക്കിയ ഉത്തരവ് തിരുത്തിക്കൊണ്ട് വീണ്ടും ഒരു ഉത്തരവ് സർക്കാർ തലത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ IPS തലപ്പത്ത് വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് ആദ്യം ഇറങ്ങുന്നത്. ഈ ഉത്തരവ് ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ ഉദ്യോഗസ്ഥർ പരാതിയുമായി സമീപിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ വിവാദങ്ങൾ ഉയർന്നു. ഇതിന്റെ പിന്നാലെയാണ് അല്പസമയം മുമ്പ് സർക്കാർ തലത്തിൽ നിന്ന് ഉത്തരവ് തിരുത്തിയിട്ടുള്ളത്. IPS ഉന്നതരുടെ സ്ഥലം മാറ്റത്തിൽ തിരുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ സ്ഥലം മാറ്റം തിരുത്തൽ നടത്തിക്കൊണ്ടാണ് ആ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത്. എക്സൈസ് കമ്മീഷണറായുള്ള MR അജിത് സ്ഥലം മാറ്റവും റദ്ദാക്കിയാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നിട്ടുള്ളത്. ബറ്റാലിയൻ ADGP-യുടെ ചുമതല നൽകിയതോടെ അജിത് പോലീസ് സേനയിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ ഉത്തരവിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ ജയിൽ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ബൽറാം കുമാർ ഉപാധ്യായയെ തിരികെ അതേ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം മുൻപുണ്ടായിരുന്ന സ്ഥാനത്തേക്ക് തന്നെ നിയമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ ഉത്തരവിൽ IG-മാർ അതൃപ്തി അറിയിച്ചിരുന്നു. ഈ അതൃപ്തി ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് അഴിച്ചുപണി നടത്തിയ ഉത്തരവ് പൊളിച്ചുകൊണ്ട് വീണ്ടും ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ എക്സൈസ് കമ്മീഷണറായി മധുപാൽ യാദവിനെയും തിരികെ നിയമിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അധിക ചുമതല H വെങ്കടേഷിന് വീണ്ടും നൽകിയാണ് പുതിയ ഉത്തരവ്. ഒപ്പം തന്നെ സൈബർ ഓപ്പറേഷന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന S ശ്രീജിത്തിനെ തിരികെ അതേ സ്ഥാനത്തേക്ക് തന്നെ നിയമിച്ചുകൊണ്ടാണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ജയിൽ മേധാവിയായി നിയമിക്കപ്പെട്ട സേതുരാമൻ പോലീസ് അക്കാദമിയിൽ തന്നെ തുടരുമെന്നും ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോസ്റ്റൽ സെക്യൂരിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്ന IG അക്ബറിനും സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചുമതല IGP പ്രകാശനം നൽകിയാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായ സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഉത്തരവ് തിരുത്തിക്കൊണ്ട് ഇപ്പോൾ പുതിയ GO സർക്കാർ തലത്തിൽ നിന്നും ഇറക്കിയിട്ടുള്ളത്. വിനീഷ്, IPS തലപ്പത്ത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സർക്കാർ ഇറക്കിയ ഉത്തരവ് അത് പുതുക്കി വീണ്ടും പുതിയ ഉത്തരവ് സർക്കാർ ഇറക്കിയിരിക്കുന്നു. നേരത്തെ IPS ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അതേ ചുമതലയിൽ തന്നെയാണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.